ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അധികം വീഡിയോ പിടിക്കാണ്ട് എൻ്റെ ഒരു പെരുന്നാൾ കഴിഞ്ഞു പോകുന്നത് കേട്ടോ. ലോങ് വീഡിയോ ഇല്ല, പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് എടുക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വളരെ ഷോർട്ടായിട്ട് ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ തന്നെ. വലിയ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ ബീഫിനെ പാടെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം മട്ടനും മീനും ചിക്കനും ഒക്കെയാണ് ഇന്നത്തെ പെരുന്നാളിൻ്റെ താരങ്ങൾ കേട്ടോ. രാത്രിയാണ് എല്ലാം ചെയ്തു വെച്ചത്. ഒറോട്ടിയൊക്കെ പരത്തി വെച്ചു, അച്ചാറും ഈത്തപ്പഴവും മാങ്ങയും കൂടെ ഇട്ട് വെച്ചു, അതുപോലെ മീനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നാളെ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ പുരട്ടും. പിന്നെ രാവിലെ എഴുന്നേറ്റ് മട്ടൻ കറിക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചു, അതുപോലെ മീൻ വേഗം പൊരിച്ചു. അതിൻ്റെ ഇടക്കായിട്ട് നമ്മുടെ പത്തിരി വേഗം ചുട്ടെടുത്തു. ഉമ്മി സർജറി കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. രാവിലെ നല്ല ചിക്കൻ പുരട്ട്, വെള്ളയപ്പം, അതുപോലെ ഒറോട്ടി, മട്ടൻ കറി, തേങ്ങാപ്പാൽ, കട്ടൻ ചായ, ഇത്രയുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പോയത്. അതിനുശേഷം വേഗം ഊണിൻ്റെ പരിപാടികളിലേക്ക് കടന്നു. നമ്മൾ നല്ല കഷ്ണം മീൻ വെച്ചിട്ട് അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയൊക്കെ സെറ്റാക്കി നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള മീനും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് വേഗം തന്നെ ഞാനിത് ഒന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതേ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ റൈസ് വെക്കുന്നത്. അപ്പോഴാണ് ഫിഷിൻ്റെ ഇച്ചിരിയെങ്കിലും ഫ്ലേവറൊക്കെ അതിൽ കിട്ടുന്നത്. ആ ഒരു കുറച്ച് മസാലയും പിന്നെ അതേ പാത്രത്തിലും കൂടെ ആക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചോറ് വെച്ചത് ആ സപ്ലൈക്കോന്ന് വാങ്ങിച്ച അരി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ആ ഒരു സപ്ലൈക്കോന്ന് വാങ്ങിച്ച അരിക്ക് നമ്മൾ നോർമലി മേടിക്കുന്ന കൈമയുടെ അത്ര ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കുഴപ്പം ബിരിയാണിക്ക് ഉണ്ടായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെ ചോറങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് മസാല ഇടാനാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനാകുമ്പോഴത്തേക്കിനും അടി വരെ എത്തുമ്പോഴത്തേക്കിനും പൊടിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു. ഒരിക്കുമ്പോൾ മറിച്ചിടാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ നല്ല കൃത്യമായിട്ടെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് ദമ്മിൻ്റെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അതായത് പൊരിച്ച സവാളയും കറിവേപ്പിലയും അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു പായസവും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചെറുപയർ പരിപ്പും പിന്നെ നമ്മുടെ സാധാ പാൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടില്ല, ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് അടിപൊളി ആക്കായിരുന്നു. ചുക്കും ജീരകവും ഇലക്കൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോഴത്തേക്കിനും അതെ വേഗം തന്നെ ഞാൻ ഫുഡൊക്കെ എടുക്കുകയാണ്. ആദ്യം മസാല മാത്രം കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചോറെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് അനീനൻ്റെ വീട്ടിലും ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ബീഫ് ഒക്കെ കുറെ കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഈ ഒരു രീതിയിലേക്ക് മാറിയത്. പപ്പടം, പൈനാപ്പിള്, ചിക്കൻ പെരട്ട്, പായസം, കച്ചമ്പർ, അച്ചാറ്, പിന്നെ അനീന വന്നപ്പോൾ ചെമ്മീൻ ബിരിയാണിയും അവിടെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ. അത് അനീന കൊണ്ടുവന്ന ചിക്കൻ ഫ്രൈയും ചെമ്മീൻ ബിരിയാണിയും അതും ഉണ്ടായിരുന്നു കേട്ടോ. ലഞ്ചിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. അവർ കുറച്ച് അവിടെ നിന്ന് കഴിച്ചിട്ട് വരും, ബാക്കി ഇവിടെ നിന്നും കഴിക്കും, അങ്ങനെയാണ്. പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ ഇത്തവണ ആരും വന്നിട്ടുണ്ടായില്ല. വീട്ടിൽ ഒറോട്ടിയും ബീഫ് കറി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ബീഫ് കഴിച്ചില്ല എന്നുള്ളൊരു പരാതി അങ്ങ് മാറി കിട്ടി. ഇന്നത്തെ ദിവസം തന്നെ അതും കിട്ടി.